ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനെ അവിടെ ആക്കി നമ്മുടെ ബാലൻ ഇങ്ങ് പോന്നു. പക്ഷേ ബാലനാണെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല. ചങ്ക് പിടയുന്ന വേദനയോടെ ബാലൻ എങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോരുമ്പോഴാണ് മനു വിളിക്കുന്നത്. മനു വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഉണ്ട്, ബാലൻ്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തിനാ നീ വന്നതെന്ന് ചോദിച്ചു. വഹിജ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വഹിജയുടെ കാര്യം കേട്ടപ്പോൾ ബാലന് ശരിക്കും ദേഷ്യം വന്നു. അവൾ തോറ്റ് തുന്നം പാടാൻ വന്നിരിക്കുന്നതല്ലേ എന്ന് ബാലേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നല്ലോ. അപ്പോൾ ദേ അങ്കിൾ ഇന്നിങ്ങോട്ട് വരുന്നുണ്ടോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പം ഇന്നെന്തായാലും ഞാൻ അങ്ങോട്ടില്ല എന്ന് ബാലൻ പറയാം. കാരണം അവളുമായിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങി, അവളില്ലാതെ ഞാൻ ആ വീടിൻ്റെ പടി കയറാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ബാലേട്ടൻ മനുവിനോട് പറഞ്ഞു. മാത്രമല്ല, ഞാനില്ലാത്ത ആ ഒരു സമയം അവൾ ശരിക്കും ആസ്വദിക്കട്ടെടോ. അവളുടെ പവർ മുഴുവനും ആ വീട്ടിലെടുക്കട്ടെ. അതിന് ശേഷം ഞാൻ വന്ന് കയറുന്നതല്ലേ മനു. അതിൻ്റേതായ ഒരു രീതി, അതിൻ്റേതായ ഒരു ശരി എന്നൊക്കെ ചോദിക്കുമ്പം അത് അങ്കിളിൻ്റെ ഇഷ്ടമുള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അതിനകത്തൊന്നും അങ്കിളിനോട് പറയില്ല എന്നും മനു പറയുവാണ്. ആട്ടെ, വന്ന് കയറിയ സ്ഥിതിക്ക് എങ്ങനെയുണ്ട് വൈജയന്തി മേഡത്തിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ പെർഫോമൻസ് എന്നൊക്കെ മനുവിനോട് നമ്മുടെ ബാലേട്ടൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അങ്ങളിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. വന്ന് കയറിയതേ എല്ലാ ഭരണവും ഏറ്റെടുത്ത് ഭയങ്കര ഷോ ഓഫ് ആണെന്ന കാര്യം മനു ഇങ്ങനെ പറയാം. നടക്കട്ടെ, ഒരു ദിവസം അവസാനത്തെ ആഗ്രഹം അവൾ നടപ്പിലാക്കട്ടെ എന്നും പറഞ്ഞ് മനുവിനോട് ഇങ്ങനെ ബാലൻ പറയുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്കിൾ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ, വന്നിട്ട് ഞാൻ കാര്യമായിട്ട് പറയാം, എന്താ അത് പോരേന്ന് ചോദിച്ചു. മതിയെന്നും പറഞ്ഞു. എന്തായാലും നീ പെട്ടെന്ന് അവിടെ നിന്ന് പോവണ്ട, ആ പിള്ളേരെ അവളുടെ അടുത്ത് ഉത്തരത്തേൽ വയ്ക്കും. അതുകൊണ്ട് വൈജയന്തിയുടെ ആ ഒരു അവിടുത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ നടക്കുന്നതെന്നുള്ളത് നീ എന്നോടൊന്ന് പറയുക എന്നൊക്കെ അങ്ങനെ ബാലേട്ടൻ പറഞ്ഞതനുസരിച്ച് ശരിയെന്നും പറഞ്ഞു മനു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം മാറ്റാനുള്ളൊരു എന്നാ പറയുന്ന ഒരു എനർജി ഡ്രിങ്ക് എന്നതുപോലെ മനുവിൻ്റെ ആ കോള് നമ്മുടെ ബാലേട്ടനെ ഉപകരിച്ചു. അലീനെ വിട്ടിട്ട് പോകുന്നതിൻ്റെ സങ്കടം മുഴുവനും വൈജയ് അവിടെ കയറി വന്ന ആൾ കളിക്കുകയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാറി. ഇനി വൈജയോടുള്ള ഒരു പടപുരതലിൻ്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ബാലേട്ടൻ വണ്ടി ഓടിച്ചങ്ങ് പോരുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന അവിടെ റൂമിൽ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം വീടൊക്കെ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ വീട് കാണിച്ച് തരാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാനെല്ലാം ചുറ്റി കണ്ടോളാമെന്ന് അലീന ഇങ്ങനെ ചേട്ടനോട് പറയാം. അത് കഴിഞ്ഞിട്ട് അലീന ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. എല്ലായിടവും ഇറങ്ങി നടന്ന് കണ്ടു, ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അതിനുശേഷം പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അതുങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഭയങ്കര കൊഞ്ചിക്കലും അതുങ്ങളോട് വർത്തമാനം പറയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലീന ശരിക്കും ആ നായ്ക്കുട്ടികളിങ്ങനെ കയ്യിലെടുത്തു. അതുങ്ങളാണെന്നുണ്ടെങ്കിൽ അലീനയെന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള രീതിയിലേക്കായി കാര്യങ്ങൾ. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം അലീന ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ കേട്ടോ എന്നും പറഞ്ഞ് അതുങ്ങളോട് പറഞ്ഞ് വീടും അതിലെല്ലാം കറങ്ങി നടക്കാം. അങ്ങനെ അടുക്കളയിൽ പോയി കണ്ടു. അപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ അലീനയുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഒരു പേടി. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടന്മാരുടെയൊക്കെ അടുത്തൊരു പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാരും തിരിച്ചതുപോലെ തന്നെ, അയ്യോ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ട് മുന്നിൽ വെച്ച് തരും എന്നൊക്കെ ആ ചേട്ടന്മാരിങ്ങനെ പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വേണ്ടുന്ന ഭക്ഷണം ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കാറെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ വേണമെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തോളാമെന്ന് പറയാം. അയ്യോ അതൊന്നും വേണ്ട, എന്നിട്ട് വേണം സാബ് ഞങ്ങളെ വഴക്ക് പറയാം, ഞങ്ങളുടെ പണി കളയാനാണോ കൊച്ചു വന്നത് എന്നൊക്കെ അലീനോട് ഇങ്ങനെ അവർ ചോദിക്കാം. അപ്പം ഞാൻ ആരുടെയും പണി കളയാനൊന്നും വന്നതല്ല ചേട്ടാ, ഞാൻ ഓരോ വീടുകളിൽ നിന്നത് അങ്ങനെയാണ്, അപ്പോൾ കെയർടേക്കറൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരിങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക അലീന പറയുന്നതെല്ലാം കേട്ടിട്ട്. നിങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയൊന്നും വേണ്ട, ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണെന്നും അതുപോലെ എൻ്റെ വൃദ്ധമ്മയാണ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ ചേട്ടന്മാരോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടന്മാരിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടേക്ക് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അലീന അങ്ങ് പോരുമ്പോഴത്തേക്കും ആ കൊച്ചു പറഞ്ഞതൊക്കെ എന്നതാ എന്ന് ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. സാവിന് കല്യാണത്തിന് മുമ്പുണ്ടായ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിനെ ആരെങ്കിലും കൊണ്ടുവന്ന് അനാഥാലയത്തിൽ തള്ളിയതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധ്യതകളൊക്കെ പറയുവാണ്. എന്തായാലും നമ്മളീ പറയുന്നതൊന്നും മേംസാബ് കേട്ടാ തീർന്നു എന്നും പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. അങ്ങനെ ആ സംസാരമൊക്കെ ആയിട്ട് അടുക്കളയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അലീന ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. അങ്ങനെ ചെന്ന് അലീന പെട്ടെന്ന് ഒരു റൂം തുറന്നപ്പോൾ അത് സ്റ്റാൻലിയുടെ റൂമായിരുന്നു. സ്റ്റാൻലിയുടെ റൂം തുറന്നങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത് സ്റ്റാൻലി അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര ഒരു പേടി.
ഭയങ്കര ഒരു വെപ്രാളമൊക്കെ. അലീന എന്നിട്ട് പതുക്കെ പിറകോട്ട് ഇങ്ങനെ വലിഞ്ഞു. അലീന പിറകോട്ട് വലിയുന്നത് കണ്ടപ്പം അലീന എന്തിനാ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അല്ല ഞാൻ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം അകത്തേക്ക് വരൂ. അലീന അകത്തേക്ക് ചെന്നു കേട്ടോ. എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചപ്പം അല്ല എന്ന് പറഞ്ഞു. പിന്നെ അല്ല ഒന്നുമില്ല, ഞാൻ വീടൊക്കെ ചുറ്റി കാണുമായിരുന്നു എന്ന് അലീന ഇങ്ങനെ പറയാട്ടോ. അതെന്താ ആൻ്റപ്പൻ അവരാരും കൂടിയില്ലേ? അവരോട് ഞാൻ പറഞ്ഞതാണല്ലോ അലീന ഇവിടെയൊക്കെ ചുറ്റി കാണിക്കാനായിട്ട്. അത് ഞാനാ പറഞ്ഞത് അവരോടൊന്നും വരണ്ട, ഞാൻ തന്നെ ചുറ്റി കണ്ടോളാവുന്ന. അങ്ങനെ ആരും എന്നെ കൊണ്ടു നടന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാമല്ലോ, ഞാൻ തന്നെ ചുറ്റിക്കാണാവുന്നതല്ലേ ഉള്ളൂ എന്ന് അലീന ഇങ്ങനെ ഈ സ്റ്റാൻലിയോട് പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഇവിടെ എന്തെങ്കിലും കംഫോർട്ടല്ലാതെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഈ മുറിക്കകത്തൊന്നും കയറി ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല ഞാൻ അങ്ങനെയൊന്നും ഇരുന്ന് ശീലിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന ജോലികളൊക്കെ ചെയ്താണ് എനിക്ക് ശീലം. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് തടസ്സം നിൽക്കരുത് എന്ന് പറയാം. അത് ഇവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അലീന എന്ന് പറഞ്ഞപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് എൻ്റേതായ ചില രീതികളൊക്കെ ഉണ്ട്, അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി അവിടുത്തെ ആ ഒരു ചിട്ടഘട്ടങ്ങളെ പറ്റിയൊക്കെ അലീനയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അങ്ങനെ ഒരു ഇതൊന്നും എനിക്കിവിടെ താല്പര്യമില്ല എന്ന് തന്നെ അലീന പറയാം. പിന്നെ എപ്പോഴും ഇരുന്നുള്ള ഈ മദ്യപാനമൊന്നും അത് ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ വന്ന് കയറിയതേ മോൾ അവിടുത്തെ ചിട്ടകളൊക്കെ മാറ്റാൻ നോക്കുന്ന ആ ഒരു ഇതിൽ ഈ സ്റ്റാൻലിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സ്റ്റാൻലി അതൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ മാക്സിമം അലീനെ കാണാതെ താനത് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അങ്ങനെ പപ്പയും മോളും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അലീന അവിടെ നിന്ന് പോയി. അലീന ഇങ്ങനെ വരുന്ന ചുറ്റി കണ്ടുകൊണ്ടിരിക്കും. ഈ സമയത്ത് വൈജ വീട്ടിൽ എല്ലാ മുറികളും കയറി ഇറങ്ങി പരിശോധിച്ച് പതുക്കെ ബാലൻ്റെ മുറിയിലേക്ക് ഇരുന്നു. ബാലൻ്റെ മുറിയിൽ ചെന്നിട്ട് എല്ലാം ഒന്ന് നോക്കി. അതിന് ശേഷം ബാലൻ്റെ ലാപ്ടോപ്പ് അവിടെ ഇരിക്കാം. ആ ലാപ്ടോപ്പ് അവിടെ ഇരുന്നിട്ട് ആ ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്ത് തപ്പിക്കൊണ്ടിരിക്കട്ടെ. അപ്പം മനു അകത്തേക്ക് കയറി ചെന്നു. പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങനെ എന്തോ ഒരു ഭീകരജീവി വീട്ടിൽ വന്നതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഭീകരജീവിയെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിൽക്കും. നിങ്ങളെന്താ പിള്ളേർ എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ എന്തി? അമ്മ വീട്ടിൽ മുഴുവൻ സെർച്ചിങ് തുടങ്ങിയിരിക്കുക എൻ്റെ മനുവേട്ടാ. ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അലീന ചേച്ചി ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അലീന ചേച്ചിക്ക് എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അലീന ചേച്ചിയുടെ എന്തെങ്കിലും ബാക്കി ഇവിടെ ഉണ്ടോ, ഇതെല്ലാം തപ്പി നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സമയത്ത് ഈ പുള്ളിക്കാരി നമ്മുടെ ബാലൻ്റെ മുറിയിൽ കയറിയിരുന്ന ബാലൻ്റെ ലാപ്ടോപ്പ് തപ്പി പറക്കിയെടുത്ത് അതിനകത്തുണ്ടായിരുന്ന സകല സംഭവങ്ങളും അരിച്ച് പറക്കി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ബാലൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നൊരു 15 ലക്ഷം രൂപയുടെ ഗോൾഡ് പർച്ചേസും 17,000 രൂപയുടെ ഡ്രസ് പർച്ചേസും കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന് തപ്പി മുഴുവനും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് അലറുവാണ്. രോഹിത്തെ എന്ന് പറഞ്ഞു. അടുത്ത എന്തോ അവിടെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് രോഹിത് അന്നേരം പറഞ്ഞു. ഏത് റൂമിലായിരിക്കും എന്ന് ചോദിച്ചപ്പം അച്ഛൻ്റെ മുറിയുടെ അവിടെ നിന്ന് ആ ശബ്ദം വന്നതെന്ന് കൃഷ്ണമോള് പറയാം. ഇനി എന്തൊക്കെയാണോ അമ്മ ഇവിടെ ഒപ്പിക്കാൻ പോകുന്നത്, എൻ്റെ പൊന്നും മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും എന്തായിരിക്കും ഭവിത ചേച്ചി കാര്യം, ആർക്കറിയാം എന്ന് പറഞ്ഞാൽ ഭവിത ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഈ മനുവും രോഹിത്തും കൂടെ നേരെ ബാലൻ്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ലാപ്ടോപ്പൊക്കെ തുറന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്താ അമ്മ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. ഇത് വല്ലതും നീ കണ്ടോയെന്ന് ചോദിച്ചു. എന്ത് കണ്ടോന്നു? ഇത് അച്ഛൻ്റെ ലാപ്ടോപ്പല്ലേ, അച്ഛൻ്റെ ലാപ്ടോപ്പ് എന്തിനാ ഞാൻ കാണുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? ഞാനിവിടെ ഇല്ലാത്ത സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി കിടന്ന് ഒച്ച വയ്ക്കാം. അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഇതിനു വേണ്ടിയാ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്, ഇവിടെ വന്നതും അതിനു വേണ്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞു. എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയേ, ആൻറ്റിക്ക് എന്താ സംഭവിച്ചത് ആൻറ്റി എന്ന് ചോദിച്ചു മനു. പറയാം, നീയൊക്കെ വാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വലിച്ചു വന്നതേ പെൺമക്കളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് നിന്നിട്ട് പെൺമക്കളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ അമ്മയെ പറ്റി അലീന നമ്മുടെ ഭവിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭവിജയെ, ഭയങ്കര സ്വഭാവവും. ഭവിത ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ അമ്മ എന്താ ഇവിടെ കാട്ടിക്കൂട്ടണമെന്ന് ചോദിച്ചുകൊണ്ട്. നീയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോടി അലീന എന്ന് പറയുന്ന പൂതനയ്ക്ക് ഇത് മുഴുവനും നിങ്ങളുടെ അച്ഛൻ സംഭാവന ചെയ്തു എന്ന് ചോദിച്ചു. എന്ത് സംഭാവന ചെയ്തെന്ന് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. 15 ലക്ഷത്തിൻ്റെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും അവൾക്ക് മേടിച്ചു കൊടുക്കാൻ ബാലചന്ദ്രനും അവളുമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് ചോദിച്ചു ഈ വൈജ ഇവരോട്. അമ്മ ഇങ്ങനെ ചീപ്പാവരുത് കേട്ടോ, അമ്മ ഇതുപോലെ ചീപ്പായി ചിന്തിക്കരുത് കേട്ടോ എന്നൊക്കെ കൃഷ്ണ അന്നേരം പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിന്നോടല്ല,
നിങ്ങളോട് എല്ലാവരോടുമായിട്ടാണ് പറയടിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ചേച്ചി അതൊന്നും ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, ഞങ്ങളാണ് അലീന ചേച്ചി ആഭരണങ്ങളൊക്കെ ഇടിച്ച് ഇവിടെ നിന്ന് ഒരുക്കി ഇറക്കി വിട്ടത്, അല്ലാതെ അലീന ചേച്ചി ആരുടെ ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല എന്നിങ്ങനെ നമ്മുടെ ബബിത പറയുമ്പോൾ അവൾ മോഷ്ടിക്കുകയോ മോഷ്ടിക്കാതിരിക്കുകയോ അതല്ല, മറ്റുള്ളവരെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ ആ അഴിഞ്ഞാട്ടക്കാരിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ വൈജ 23 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ ജീവിച്ച ജീവിതം അങ്ങനെയാണ് നാട്ടിലെയും ലോകത്തിലെയും പെണ്ണുങ്ങളെല്ലാം ജീവിക്കുന്നത്. മറ്റൊരു ആളെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ പ്രായം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വിലയറിയാതെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ഓരോരുത്തരുടെ പിന്നാലെ നടക്കുകയാണെന്നാണ് വൈജയുടെ വിചാരം. ആ റൂട്ടിലാണ് വൈജ ചിന്തിക്കുന്നതും പറയുന്നതും. അപ്പോൾ അതേ ഇവിടെ വേലക്കാരിയായിട്ട് വന്നവൾക്ക് എന്തിനീ 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്തു, അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. അന്നേരം ഇവർ പറഞ്ഞു, അമ്മയ്ക്കത് അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് തന്നെ ചോദിക്കാൻ രോഹിത്തൊക്കെ പറയാം. അലീന ചേച്ചി ഈ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നും അലീന ചേച്ചി ഈ വീട് എങ്ങനെയാണ് ഈ രീതിയിൽ കൊണ്ടാക്കിയതെന്നും ചിന്തിച്ചാൽ സാമാന്യമായിട്ട് അമ്മയ്ക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് മക്കൾ ചോദിക്കും. അവളിവിടെ ചെയ്തു കൂട്ടിയ മഹത്കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട, അവൾ ആരാണെന്ന് എനിക്കേ അറിയൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോൾ ആൻറ്റിക്ക് എന്തറിയാമെന്ന്? ആൻറ്റിക്കേ ഒന്നും അറിയില്ല, ആൻറ്റിക്കേ അറിയാത്തതായിട്ടുള്ളൂ. അലീന ആരാണെന്ന് ആൻറ്റിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മനു പറഞ്ഞു. അതേടാ, അത് നീ പറഞ്ഞത് ശരിയാ, അവൾ എത്രമാത്രം വിഷമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അത് മതിയെന്നൊക്കെ പറഞ്ഞു. നിനക്കൊക്കെ അറിയാവുന്നതിൻ്റെയാണ് 15 ലക്ഷം രൂപയും കൊണ്ട് അവൾ മുങ്ങിയതെന്നൊക്കെ പറയുക. ആര് മുങ്ങിയെന്ന്? അമ്മ എന്തൊക്കെ അനാവശ്യങ്ങളായി പറയുന്നേ? അലീന ചേച്ചി ഇവിടെ നിന്ന് കൊണ്ടുവിട്ടതാ, എങ്ങോട്ട് മുങ്ങിയെന്ന് അമ്മ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിത ഭയങ്കര ഇത്. വൈജ അവിടെ കിടന്ന് ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുക. അലീനയ്ക്ക് കൊടുത്ത ആ ഒരു ബാലൻ കൊടുത്ത ആ ഒരു ഇതെല്ലാം കണ്ടിട്ട്, അലീനയുടെ ആ ഒരു ഇതെല്ലാം കണ്ട് അലീന കൊണ്ടുപോയത് ഓർത്തിട്ട് അങ്ങോട്ട് രക്തം തിളച്ച് മറിയാണ് നമ്മുടെ വൈജയ്ക്ക്. വൈജയാണെങ്കിൽ അവിടെ കിടന്ന് ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആൻറ്റിക്ക് എന്താണ് അറിയാനുള്ളത് അത് അങ്കിൾ വരുമ്പോൾ ചോദിച്ചോളാൻ പറഞ്ഞു. ചോദിക്കുവാടാ, ഞാൻ ചോദിക്കും, അതറിഞ്ഞിട്ടേ ബാലചന്ദ്രനെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറയുമ്പം ഇത് അച്ഛൻ്റെ വീടാണ്, ഇവിടെ അച്ഛനെ കയറ്റില്ല എന്ന് പറയാൻ അമ്മ ആരാണെന്ന് ചോദിച്ചു. ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി പോകേണ്ടതായിട്ട് വരും അച്ഛനെ കൂടുതൽ ചോദ്യം ചെയ്താലെന്ന് കൃഷ്ണ പറയുമ്പം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. നിനക്കൊക്കെ അവൾ വലിയ ദേവതയായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബവും തകർത്ത് എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എന്നിൽ നിന്ന് അകറ്റിയെടുത്തവൾ അവളോട് ഈ ജന്മം ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കും, അയാളിങ്ങ് വരട്ടെ, അയാളോട് തന്നെ ഞാനിത് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, ചോദിക്കാം ആൻറ്റി, വള്ളി പുള്ളി വിടാതെ അങ്കിളിനോട് ചോദിക്കുക, എന്നിട്ട് കിട്ടുന്നതൊക്കെ വയറ് നിറച്ചങ്ങ് മേടിച്ചോളാൻ പറഞ്ഞു. അങ്കിള് പറയുന്നതും അങ്കിള് തരുന്ന ഉത്തരവും താങ്ങാനുള്ള കെൽപ്പ് ആൻറ്റിക്ക് ഉണ്ടാകുമോ? ആ കെൽപ്പ് ആൻറ്റിക്ക് ഉണ്ടാവണം എന്നും കൂടെ മനു അങ്ങ് പറയുക. എന്ന് വെച്ചാൽ എന്താടാ എനിക്ക് താങ്ങാൻ പറ്റാതായിട്ട് വന്നത്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിൻ്റെ ബാലചന്ദ്രൻ അങ്കിള് ഇന്ന് വേർക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആരെപ്പോൾ എങ്ങനെയൊക്കെ വേർക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മനു പറയാം. മാന്യമായ രീതിയിൽ ആൻറ്റിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തന്നു കഴിഞ്ഞു, പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം ആൻറ്റിയോട് പറഞ്ഞു കഴിഞ്ഞു. ആൻറ്റിയുടെ കൂടപ്പിറപ്പുകളായിട്ടും അലീനയായിട്ടും എല്ലാവരും ആൻറ്റിക്ക് താക്കീതുകൾ തന്നുകൊണ്ടേയിരിക്കുക. ഇതെല്ലാം മറികടന്നുകൊണ്ട് ആൻറ്റി ഇനിയും അഹങ്കാരം കാണിക്കാനാണ് ഭാവമെങ്കിൽ ആൻറ്റിയുടെ വിധി എഴുതാൻ മറ്റാർക്കും സാധിക്കില്ല ആൻറ്റി എന്ന് പറഞ്ഞു. നീ എന്താ എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ വൈദ്യ ചോദിക്കും. അയ്യോ, ഞാൻ പേടിപ്പിക്കാൻ ആരാ ആൻറ്റി? ഞാൻ പേടിപ്പിക്കാൻ ആരുമല്ല, ആൻറ്റി പേടിക്കാനുള്ള സമയമാണ് വരുന്നതെന്നും കൂടെ മനു ഇങ്ങനെ പറയാം. അപ്പോൾ എന്നാൽ ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ, ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞ മനു അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും വൈദ്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്ത് ബാലൻ വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് ഒരു റൂമൊക്കെ എടുക്കുവാണ്. ഇനി അങ്ങോട്ട് വൈജയെ തീർത്ത് കളയാനുള്ള ഒരു പ്ലാൻ, അതായത് ഇഞ്ചിഞ്ചായിട്ടൊക്കെ കൊല്ലുക എന്ന് പറയില്ലേ, ഒറ്റയടിക്ക് കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു അങ്ങനെ ആസ്വദിക്കാനുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ ബാലനിനെ തിരിച്ചു മടങ്ങി വരാൻ പോകുന്നത്. തലയിലേക്ക് വീഴാൻ പോകുന്ന ആ അഗ്നിപർവ്വതത്തെപ്പറ്റി അറിയാതെ വൈജി ഇവിടെ കിടന്നങ്ങ് ആടിക്കൊണ്ടിരിക്കുകയാണ്, ആടിത്തിമിർക്കുക. പക്ഷേ അവസാനമായിട്ടുള്ള ആടിത്തിമിർക്കലാണെന്ന് അറിയാതെ പാവം വൈജ കിടന്ന് ഇങ്ങനെ ഷോ കാണിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ കഥയിലെ വിശേഷം. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ, എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു.
അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.